കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രാജീവിന്റെ കാറുമെടുത്ത് കിളിക്കൂടിലേക്കുള്ള യാത്രയിലാണ് സുഭാഷും സുധീഷും നികേഷുമെല്ലാം. മുൻ സീറ്റിൽ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയോടായി എന്താ മോളെ നീയൊന്നും മിണ്ടാത്തെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും സങ്കടത്തോടെ സോറി സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാ. എന്താ മോളെ ഇത്, എത്ര തവണ നീ ഇത് തന്നെ പറയും, അത് വിടെന്ന് സുഭാഷ് ഏട്ടനും. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായി. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ അച്ഛനെ വിശ്വസിച്ചു പോയി. സുധീഷിനെ അവർ എന്തുമാത്രം തല്ലിച്ചതച്ചു. എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് പറഞ്ഞ് അവൾ വീണ്ടും പൊട്ടിക്കരയുമ്പോഴേക്കും അയ്യോ മോളെ നിധി കരയല്ലേ, സുധീഷെ ഒന്ന് പറയടാന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എന്താ നിധി, എന്തിനു നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് സുധീഷും സൈഡ് ഒതുക്കി വണ്ടി നിർത്തുമ്പോഴേക്കും നമുക്ക് പോകുന്ന വഴിക്കൊരു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് നിധി പറയുന്നുണ്ട്. അതുകൾക്ക് സുധീഷും അതൊന്നും വേണ്ട നിധി, ഒരു ദിവസം കഴിഞ്ഞാൽ ഈ മുറിവെല്ലാം അങ്ങ് ഉണങ്ങും എന്ന് പറയുമ്പോഴേക്കും നിധി വീണ്ടും കരച്ചിലോടെ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന്. ഇങ്ങനൊരു വീട്ടിലാണല്ലോ ഞാൻ താമസിച്ചിരുന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ആശ്ചര്യമാവുകയാ. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാ എനിക്ക് തോന്നുന്നത്. സുധീഷിന്റെ കയ്യിൽ സ്വർണവും പണവും എല്ലാം തന്നയച്ച് വഴിയിൽ ആളുകളെ നിർത്തി അതെല്ലാം മോഷ്ടിച്ചോണ്ട് പോയി. ആ കുറ്റവും സുധീഷിന്റെ മേൽ പഴിചാരിയിട്ട് അയ്യോ ഓർക്കുമ്പോഴേ തലയെല്ലാം ചുറ്റുന്നത് പോലെ എന്ന് പറഞ്ഞവൾ കരയുമ്പോഴേക്കും അതെല്ലാം വിട്ടേക്ക് മോളെ, നിന്റെ അച്ഛൻ മനസ്സുവാറി വന്നതാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് സുധീഷും പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു, അവരെന്തോ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിധിയെ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാഴ്ചക്കകം കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത്. സുധീഷ് പറയെ നിധിയും സങ്കടത്തോടെ പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും പറയുകയാണെന്ന് വിചാരിക്കേണ്ട, നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോ എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടി, എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുകയാ. എന്താ നിധി ഇത്, അത് വിട്ടേക്ക്, അവർ ചെയ്ത തെറ്റിനെ നിധി എന്തു ചെയ്യാനാ എന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിക്കാൻ നികേഷും പറയുന്നുണ്ട്. ഏട്ടത്തി അത് വിട്ടേക്ക്, ഏട്ടത്തിയും അവിടെ കഷ്ടപ്പെടുകയായിരുന്നില്ലേ, ഇനി അതേക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറയുകയാ. അപ്പോഴാണ് നിധി സംശയത്തോടെ ചോദിക്കുന്നത് തക്കലയിലേക്ക് സുധീഷിനെ തേടി വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന്. ഹരീഷാണ് പോയേ മതിയാവൂന്ന് പറഞ്ഞത്. നല്ല സമയത്താ അവൻ അങ്ങനെ തോന്നിയത്, ഇല്ലെങ്കിൽ സുധീഷിനെ കണ്ടുപിടിക്കാനേ കഴിയില്ലായിരുന്നുവെന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് സുധീഷും ചിരിയോടെ ചോദിക്കുന്നുണ്ട് അവൻ എങ്ങനെ തോന്നി. നിധിയുടെ അച്ഛൻ വെല്ലുവിളിച്ചതെല്ലാം ഞാൻ ഹരീഷിനോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാ എന്തോ സംശയം തോന്നി അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നത്. നിധി വീണ്ടും സങ്കടത്തോടെ സുധീഷിനോടായി അവരൊരുപാട് അടിച്ചോ എന്ന് ചോദിക്കേ എന്ത് ചോദ്യമാ നിധി ഇത്, അവരെന്നെ തല്ലി ചതയ്ക്കുകയായിരുന്നു എന്ന് പറയേ നിറഞ്ഞ കണ്ണുകളോടെ നിധി അവനോട് വീണ്ടും സോറി പറയുകയാ. അയ്യോ നിധി സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിധി ചോദിച്ചു ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൾക്ക് നിധിയും പറയുക എന്റെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് വെറുപ്പ് തോന്നുകയാ, അവരെല്ലാം ഇങ്ങനെയുള്ള ആളുകളാണല്ലോ എന്നോർത്ത് പേടി തോന്നുകയാ എന്നവൾ പറയേ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട് അതെല്ലാം വീട് നടന്നു, ഇനി അതുതന്നെ പറഞ്ഞിരിക്കേണ്ട, കുറച്ചു സമയം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് സുധീഷിനോടായി സുധീഷെ നീയും പുറകോട്ട് വന്നിരുന്ന് റെസ്റ്റ് എടുക്ക്, താൻ വണ്ടി എടുക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സുധീഷ് നിധിയോടോ നിധി നീയും പുറകിലേക്ക് വന്നിരുന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് നികേഷിനോടായി നികേഷെ നിനക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ മുന്നിലേക്ക് വന്നിരിക്കുമെന്ന് പറയുമ്പോഴേക്കും നികേഷും സുഭാഷ് ഏട്ടനും മുന്നിലേക്ക് കയറി സുധീഷും നിധിയും പുറകിലേക്ക് ചെന്നിരുന്ന് അവർ സന്തോഷത്തോടെ കാറിൽ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ അവിടെ ഉമ്മറത്തെ കട്ടിലിൽ കിടപ്പുണ്ട്. അവരെ കണ്ട് എഴുന്നേറ്റിരുന്ന് ആ വന്നോ എന്ന് ചോദിക്കേ നിധി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോഴേക്കും അച്ഛൻ കഴിച്ചോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അതിനെ മറുപടിയൊന്നും പറയാതെ ആ കട്ടിലേക്ക് കിടക്കുകയാ. അപ്പോഴേക്കും ഹരീഷും തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. അവരെല്ലാവരും തളത്തിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും നികേഷും പറയുന്നുണ്ട് ഇത്ര വലിയ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും ആരെക്കുറിച്ചാ നികേഷ് നീ പറയുന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആ ഉമ്മറത്തെ കട്ടിലിരിക്കുന്ന ആ വലിയ മനുഷ്യനില്ലേ അയാളെ കുറിച്ചായെന്ന് നികേഷും. കുട്ടികൾക്ക് സുധീഷും ചോദിക്കുന്നുണ്ട് നീ എന്താ നികേഷെ ആദ്യമായിട്ട് കാണുന്നത് പോലെ, നമ്മളുടെ കാര്യങ്ങളിൽ ഇതുവരെ അയാൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ, നീ എന്തിനാ നികേഷെ അങ്ങനെ ഓരോന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കേ. എങ്ങനെയായിരുന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ കണ്ടില്ലെന്ന് നടിക്കുന്നത് കുറച്ച് ഓവറാണെന്ന് നികേഷും. അതുകൾക്ക് നിധിയും നികേഷെ അത് വിട്ടേക്കെന്ന് അവനോടായി പറഞ്ഞ് താൻ ഫ്രഷ് ആയി വരാമെന്ന് സുഭാഷ് ഏട്ടനോട് പറഞ്ഞ് നിധി തന്റെ റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് അപ്പോഴേക്കും നികേഷിനെ വെള്ളം കൊണ്ടു കൊടുത്ത് അവൻ അത് കുടിക്കുമ്പോഴേക്കും ഹരീഷിനും സുധീഷിനും വേണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ വേണ്ട എന്ന് പറയുകയാണ്. സുധീഷും ഒരു ചെയർ എടുത്തിട്ടിരിക്കുമ്പോഴേക്കും സുഭാഷ് നികേഷിനെ തലയിണയുമായി വന്ന് അവനെ സെറ്റിയിലേക്ക് കിടത്തുകയാ. പിന്നീട് സുഭാഷ് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാ. ഭഗവാനെ നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നു, പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ എല്ലാവരെയും സംരക്ഷിച്ചു, വളരെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിയുമ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട് സുധീഷേട്ടാ നിങ്ങളുടെ അമ്മായിയപ്പൻ പക്ക ക്രിമിനലാണെന്ന്.
അത് കേൾക്കെ സുധീഷും പറയുകയാ, അതേടാ നിധി എവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റിയില്ല. പക്ഷെ അയാൾക്കൊരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ പോലെ എന്ന് പറയേ അത് കേട്ട് നിൽക്കായിരുന്ന സുഭാഷും പറയുന്നുണ്ട്, അതെ സുധീഷേ, ആ വീട്ടിൽ എല്ലാവരും നീ സ്വർണവും പണവുമായി കടന്നു കളഞ്ഞെന്ന് പറഞ്ഞപ്പോഴും നിധി അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ അതിനെ തീർത്ത് സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെയല്ലേടാ എന്ന് പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തി, എന്താ സുഭാഷേട്ടാ എന്നെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല മോളെ, നിന്റെ വീട്ടിലെല്ലാവരും സുധീഷാണ് ക്രിമിനൽ എന്ന് പറയുമ്പോഴും സുധീഷ് മോഷ്ടിച്ചില്ലെന്ന് നീ വിശ്വസിച്ചില്ലേ, അതിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് സുഭാഷ് ഏട്ടനും. സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്, എന്താ നിധി, ഇയാളുടെ വീട്ടിൽ എല്ലാവരും ഞാനാണ് പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞില്ല. നിധിക്ക് അങ്ങനെ സംശയമൊന്നും തോന്നിയില്ലേ എന്ന് നിധിയും പറയുകയാ, എനിക്ക് എങ്ങനെ അങ്ങനെ തോന്നാനാ, നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ലെന്ന് എനിക്ക് നന്നായി അറിയാമല്ലോ എന്ന്. അതുകൾക്ക് സുധീഷ് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കുകയാ. ഹരീഷും ചോദിക്കുന്നുണ്ട്, എനിക്ക് തന്നെ ഈ സുധീഷ് ഏട്ടനെ വിശ്വാസമില്ല, പിന്നെ ഏട്ടത്തി എങ്ങനെ വിശ്വസിച്ചു? ഒരു സെക്കൻഡ് എനിക്ക് വരെ സുധീഷ് ഏട്ടൻ ആ പണവും സ്വർണവുമായി മുങ്ങിയൊന്നു വരെ തോന്നി എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേൾക്കെ നിധി ചിരിയോടെ നിൽക്കുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ചുമ്മാ പറഞ്ഞതാണെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷ് വീണ്ടും സന്തോഷത്തോടെ നിൽക്കുന്ന നിധിയൊന്ന് നോക്കിക്കൊണ്ട്, എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദിയെന്ന് പറയുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട്, സുധീഷിനെ മാത്രമല്ല ഞാൻ അവരെയും വിശ്വസിച്ചു. ശരിക്കും അരുണേട്ടന് കാല് വയ്യാത്തത് കൊണ്ടാണ് സുധീഷിനെ പണവുമായി പറഞ്ഞയക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അത് കേൾക്കെ സുധീഷും, ഞാൻ അവരെ പോലെ നിധിയെ ചതിച്ചിട്ടില്ലെന്ന് പറയേ. സുധീഷ് ചതിച്ചിട്ടില്ല, സുധീഷ് ആയിരുന്നു കറക്റ്റ് എന്ന് നിധിയും പറയുകയാണ്. സുധീഷും അത് കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സുഭാഷേട്ടനെ നോക്കുമ്പോഴേക്കും നിധി പോയി നികേഷ് കുടിച്ചതിന്റെ ബാക്കി വെള്ളമെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും, മോളെ ഞാൻ വേറെ വെള്ളമെടുത്ത് കൊണ്ടുവരാം, അത് നികേഷ് കുടിച്ചതാണെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിലൊന്നും കുഴപ്പമില്ല സുഭാഷേട്ടാ, ഇതിലൊക്കെ എന്താ ഉള്ളതെന്ന് പറഞ്ഞ് നിധി ആ വെള്ളം കുടിക്കുകയാണ്. ഇണത്തോടെ കിടക്കുകയായിരുന്ന നികേഷും ചോദിക്കുന്നുണ്ട്, ആ ബാഗിൽ പണവും സ്വർണവും എല്ലാം നിറയെ കൊടുത്തയച്ചിരുന്നു എന്ന്. ഏട്ടാ, ഒരു ബാഗ് നിറയെ പണവും സ്വർണവും എല്ലാം ഉണ്ടായിരുന്നു. എന്നെ വിശ്വസിച്ച് ഇത്രയധികം പണവും സ്വർണവും കൊടുത്തയച്ചപ്പോ അവരുടെ വിശ്വസ്തത പിടിച്ചുപറ്റാനുള്ള ഒരു അവസരമായി മുതലെടുത്ത് ഞാനും അത് വിശ്വസിച്ചു പോയി. ഇപ്പോഴാണ് എനിക്ക് സംശയം തോന്നുന്നത്, അത് റിയൽ ഗോൾഡ് ആയിരുന്നോ അതോ ഗോൾഡ് പോലെ വല്ലതും വെച്ച് എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. അത് കേൾക്കാൻ നിധിയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അതെല്ലാം റിയൽ ഗോൾഡ് തന്നെയാണെന്ന്. അടിക്കടി അങ്ങനെ അവർ പണവും സ്വർണവും എല്ലാം കൈമാറ്റം ചെയ്യാറുണ്ടെന്ന് സാന്ദ്രടുത്തി പറഞ്ഞിരുന്നു. ആ വീട്ടിൽ ഇത്ര നാളും താമസിച്ചിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് നിധി പറയേ. അപ്പോ അതിലുണ്ടായിരുന്നതെല്ലാം ഗോൾഡ് തന്നെ ആയിരുന്നു അല്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അതെ, ഗോൾഡ് തന്നെയാണെന്ന് നിധി പറയേ. ഈശ്വര, ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയെന്ന് സുഭാഷും നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്. സുഭാഷും നികേഷും നിധിയും എല്ലാം സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും എന്തു പറ്റിയെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും എഴുന്നേറ്റുകൊണ്ട്, അതെന്താന്ന് വെച്ചാലെന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്ന് 2 ഗോൾഡ് കോയിൻ എടുത്ത് നിധിയെ കാണിക്കുന്നുണ്ട്. അത് കാണെ എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും ക്ഷീണത്തോടെ കിടക്കുകയായിരുന്ന നികേഷും അമ്പരപ്പോടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ സുധീഷിനോടായി എന്താ ഇതെന്ന് ചോദിക്കേ. അത് ആ ബാഗിൽ നിന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മോഷ്ടിച്ചതായെന്ന് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്. നിധി ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുമ്പോഴേക്കും അത് ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായി തുറന്നു നോക്കിയതാ. നോക്കുമ്പോൾ ഒരു ബോക്സിൽ നിറയെ ഗോൾഡ് കോയിൻ ഇരിക്കുന്നു. അവരെന്നെ അപമാനിച്ചതിന് പകരമായി അതിൽ നിന്നും 2 ഗോൾഡ് കോയിൻ ഞാൻ എടുത്തു എന്നവൻ പറയേ. നിധി വീണ്ടും ദേഷ്യത്തോടെ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽപ്പാ. അത് കാണേ സുധീഷും, നിധി തെറ്റായൊന്നും വിചാരിക്കില്ലേ, അവരെന്നെ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തതാ. അത്രയും ഗോൾഡും ക്യാഷും എല്ലാം ഇരിക്കെ ഞാൻ അതിന്ന് ഈ 2 മാത്രമല്ലേ എടുത്തുള്ളൂ എന്ന് ചോദിക്കെ ഹരീഷും മനസ്സിൽ പറയുക, സുധീഷേട്ടന്റെ ജീവിതം ആരും നശിപ്പിക്കേണ്ട, സുധീഷേട്ടൻ തന്നെ നശിപ്പിച്ചോളൂ. സുഭാഷും ദേഷ്യത്തോടെ, സുധീഷേ നീ എന്ത് പണിയായി ചെയ്തതെന്ന് ചോദിക്കേ. സുഭാഷേട്ടാ, ഞാൻ എന്തുമാത്രം അടി വാങ്ങിച്ചെന്നറിയാമോ, എന്തുമാത്രം അവരെന്നെ അപമാനിച്ചു എന്നറിയോ. രാത്രിയും പകലും എല്ലാം അടി വാങ്ങിക്കൂട്ടി. മെഡിക്കൽ എക്സ്പെൻസിന് ക്യാഷ് വേണ്ടേ, ഇതെന്റെ മെഡിക്കൽ എക്സ്പെൻസിലേക്കുള്ളതാ എന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അത് കാണേ സുധീഷും ഒരു പരുങ്ങലോടെ നിൽക്കുമ്പോഴേക്കും നിധിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയുകയാണ്. അത് കാണുന്ന സുധീഷിനും ആശ്വാസമാവുന്നുണ്ടെങ്കിലും സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ സുധീഷ് എങ്ങനെയെല്ലാം ചെയ്തതെന്ന്. ഒന്ന് ചുമ്മാതിരിക്കും സുഭാഷേട്ടാ, എന്റെ ഷർട്ട് അഴിച്ച് നോക്കിയാൽ അറിയാം എന്തുമാത്രം ഞാൻ അടി വാങ്ങിച്ചു കൂട്ടിയെന്ന്. അതിനു പകരം ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന് സുധീഷ് പറയേ. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നിധിയും പറയുക, വീട് സുഭാഷേട്ടാ, സുധീഷ് അത് എടുക്കാതെ വന്നിരുന്നെങ്കിലാ എനിക്ക് വിഷമമാവുക എന്ന്. അവരല്ലേ സുധീഷിനെ ആളെ വിട്ട് തല്ലിച്ചതച്ചത്. അപ്പോ ന്യായമായും അവര് തന്നെയല്ലേ സുധീഷിന്റെ ട്രീറ്റ്മെന്റിനുള്ള ചെലവും വഹിക്കേണ്ടത്. അവരൊന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ സുധീഷ് അതെടുത്തത്. അത്രയേ ഉള്ളൂ, വിട്ടേക്കെന്ന് അവൾ പറയേ. ഹരീഷിനും നികേഷിനും എല്ലാം ആശ്വാസമാവുകയാ. സുധീഷും ചിരിയോടെ നിൽക്കുന്ന നിധി ഒന്ന് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, മോനെ സുധീഷേ, ഇതറിയുമ്പോ ദേഷ്യപ്പെട്ട് കത്തി ജ്വലിക്കുമെന്നാ കരുതിയിരുന്നത്. എന്റെ ആളും ഇപ്പോ എന്നെ
പോലെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ മനസ്സിലോർത്ത് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും നിധിയും പറയുന്നുണ്ട്, പിന്നെ ഞാനും ഒരു കാര്യം എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന്. ഏട്ടത്തിയോ എന്ന് അമ്പരപ്പോടെ ഹരീഷും ചോദിക്കേ, നിധി തന്റെ ബാഗ് തുറക്കുമ്പോഴേക്കും എന്തെങ്കിലും വലുതാണോ കൊണ്ടുവന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവൾ ബാഗിൽ നിന്ന് തന്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് തന്റെ ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, പാൻ കാർഡ് എന്നിവയെല്ലാം എടുത്ത് അവരെ കാണിക്കുക. എന്റെ ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് എല്ലാം എടുത്തോണ്ട് വന്നു എന്നവൾ സന്തോഷത്തോടെ പറയേ. നികേഷും സന്തോഷത്തോടു കൂടി കൈയടിക്കുകയാ. ഇത് തരാതിരിക്കാൻ വേണ്ടിയല്ലേ അവരന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവരാരും അറിയാതെ ഞാനും ഇതങ്ങ് എടുത്തോണ്ട് പോകുന്നു എന്നവൾ പറയേ. സുധീഷും പറയുന്നുണ്ട്, സൂപ്പർ നിധി, ഞാൻ കേടിയാണെങ്കിൽ നീയും മഹാ കേടിയാണല്ലോ എന്ന്. അതുകൾക്ക് അവളും സന്തോഷത്തോടെ സുധീഷിനെ നോക്കി പുഞ്ചിരിച്ചോണ്ട് നിൽക്കുക. പിന്നീട് രാത്രിയാവുമ്പോ നികേഷ് ഉമ്മറത്തിരുന്ന് പഠിക്കുമ്പോഴാണ് രാജീവിന്റെ ആ ഗുണ്ട അങ്ങോട്ട് വന്ന് കാറിന്റെ കീ വേണമെന്ന് പറയുന്നത്. നികേഷ് അകത്തേക്ക് ചെന്ന് സുധീഷിനെയും നിധിയെയും വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അവരോടായി, സുധീഷേട്ടാ കാറിന്റെ ചാവി ചോദിക്കുന്നുവെന്ന് നികേഷ് പറയുന്നുണ്ട്. കാറിന്റെ കീയോ? ആരാ ചോദിച്ചതെന്ന് സുധീഷ് ചോദിക്കേ. മുറ്റത്ത് നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് നികേഷ്. സുധീഷും മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും നികേഷും നിധിയും അവന്റെ പുറകെ പോകുന്നുണ്ട്. ആ ഗുണ്ട എപ്പോഴേക്കും സുധീഷിനോടായി പറയുന്നുണ്ട്, അരുൺ സാർ കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, കാറിന്റെ കീ വേണമെന്ന്. അതുകൾക്ക് സുധീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താടാ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോ നീ? ഞങ്ങൾ വീട്ടിലെത്തിയതിനു പുറകെ തന്നെ എത്തിയല്ലോ എന്ന് ചോദിച്ച് അവന്റെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും, ആടി കൂടാനൊന്നും ഞാനില്ല, അരുൺ സാർ കാർ എടുത്തോണ്ട് വരാനായി പറഞ്ഞു വിട്ടതാ, വെറുതെ വഴക്കു കൂടാനൊന്നും നിൽക്കണ്ട. കാറിന്റെ കീ തായെന്നവൻ പറയുമ്പോഴേക്കും നിധി അകത്തേക്ക് പോയി കീയുമായി അങ്ങോട്ട് വന്ന്, സുധീഷെ വിട്ടേക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ, ഇതാ കീ എന്ന് പറഞ്ഞ് അവന് നേരെ വലിച്ചെറിയുമ്പോഴേക്കും അവനും അത് ക്യാച്ച് ചെയ്ത് പിടിച്ച് കാറിന് ചുറ്റും നടന്ന് എന്തെങ്കിലും പറ്റിയോ കാറിനെന്നൊക്കെ നോക്കുന്നത് കാണേ സുധീഷും അങ്ങോട്ട് ചെന്ന്, എന്താടാ നോക്കുന്നത്, കാറിനൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്കും നന്നായി വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, ഞങ്ങളൊന്നും നിങ്ങളെ പോലെ ആരുടെയും ദേഹത്ത് കൊണ്ടുപോയി കയറ്റാറില്ല എന്ന് പറയുമ്പോഴേക്കും നിധിയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കാറ് കയ്യിൽ വെക്കുമെന്ന് കരുതി പുറകെ തന്നെ ഓണർ നിന്നെ പറഞ്ഞു വിട്ടതാണോ? ഞങ്ങളൊന്നും അവരെ പോലെ അല്ലെന്ന് പോയി പറ, ഞങ്ങൾക്ക് ക്രിമിനലുകളെ പോലെ പ്ലാൻ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പോയി പറ. അവൾ പറയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഏയ് പോടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൾക്ക് അവനും പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും, ഏയ് വേഗം എടുത്തോണ്ട് പോടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് കാറിനിട്ടൊരു ചവിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് സുധീഷ്. അവൻ ആ കാർ എടുത്ത് പോകുന്നത് നോക്കി നിധി നിൽക്കെ. സുധീഷും ഉമ്മറത്ത് നിൽക്കായിരുന്ന നികേഷിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ നടന്നു ചെന്ന് അവനോടായി പറയുന്നുണ്ട്, കണ്ടോ നികേഷേ, നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന്. നിധിയുടെ വീട് തനിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ വീട്ടുകാരെ എതിർത്തു പറയുന്നു. നമ്മൾ നല്ലവരാണെന്നും അവരെ പോലെയല്ലെന്നും അവരുടെ ആളുടെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവൾ പതിയെ അങ്ങനെ എന്റെ ഭാര്യയായി തീരാൻ പോവുകയാ നികേഷേ എന്ന് പറഞ്ഞ് അവന്റെ കവിളത്തൊരു ഉമ്മ വെക്കുമ്പോഴേക്കും നിധി പുറകോട്ട് തിരിയുന്നത് കാണേ. സുധീഷും വേദന അഭിനയിച്ച് തന്റെ കവിളത്ത് തലോടുകയാ. നിധിയും ടെൻഷനോടെ അങ്ങോട്ട് വന്ന്, നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോയി വന്നാലോ, ഡോക്ടറെ കാണിക്കുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നെന്ന് നിധി പറയാം. ഈ അടിക്കൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ലെന്ന് സുധീഷ്. അങ്ങനെയൊന്നുമില്ല, എങ്കിലും ഒരു സമാധാനത്തിന് കാണിച്ചു വന്നൂടെ എന്ന് നിധി ചോദിക്കെ. അതൊന്നും കുഴപ്പമില്ല, ഉറങ്ങി എഴുന്നേറ്റാ എല്ലാം ശരിയായിക്കോളും എന്ന് സുധീഷ് പറയേ. നിധിയും സങ്കടത്തോടെ വീണ്ടും സുധീഷിനോട് സോറി പറയുക. എന്തിനാ നിധി ഇങ്ങനെ സോറിയെല്ലാം പറയുന്നേ, നീ പോയി ഉറങ്ങെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അകത്തോട്ട് കയറി പോവുകയാ. സുധീഷും നികേഷിനോടായി പറയുന്നുണ്ട്, നികേഷേ ഈ 2 ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ചോർത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുകയാ. അവളുടെ നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം ഒരു മാറ്റമെല്ലാം വന്നിട്ടുണ്ട്, നീ അത് ശ്രദ്ധിച്ചില്ലേടാ? ഇനി പതിയെ അവൾ എന്നെ പ്രണയിച്ചു തുടങ്ങും എന്ന് സുധീഷ് പറയേ. കല്യാണത്തിന് മുന്നേ ലവ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ലവ് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ സുധീഷ് ഏട്ടൻ കല്യാണവും കഴിഞ്ഞ് അടുത്ത വീട്ടിലെ പെൺകുട്ടിയെ പ്രണയിക്കുന്ന പോലെയാണ് ഒളിഞ്ഞു നോക്കി പ്രണയിക്കുന്നത് എന്നവൻ പറയേ. എന്താടാ ചെയ്യാ, എന്റെ സിറ്റുവേഷൻ അതായി പോയില്ലേ. ലവ് ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും ടെൻഷൻ ഉണ്ടായിരിക്കും, ഒരുപക്ഷെ ലവറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുമോ എന്ന്. എന്നാൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു ടെൻഷനും ഇല്ല. കുറച്ചുനാൾ മുമ്പ് വരെ ആ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു പേടിയോ സംശയമോ ഇല്ല. അവൾ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എപ്പോ നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്ന് പറയാൻ ആരംഭിച്ചുവോ അപ്പോ തൊട്ട് അവളുടെ ഉള്ളിൽ എന്നോടൊരു പ്രണയം തുടങ്ങിക്കഴിഞ്ഞു. അതെന്നോട് പറയാൻ കുറച്ച് സമയം പിടിക്കും, വേണമേ കണ്ടോ. ഉടനെ തന്നെ സുധീഷ് ഏട്ടാന്ന് പ്രണയത്തോടെ വിളിച്ച് അവൾ എന്റെ അടുത്തേക്ക് ഓടി വരും എന്നവൻ പറയുന്നത് കേൾക്കെ നികേഷും പറയുന്നുണ്ട്, വേണ്ട സുധീഷ് ഏട്ടാ, അന്ന് സുനന്ദയും സുഭാഷ് ഏട്ടന്റെ പുറകെ സുഭാഷ് ഏട്ടാന്നും വിളിച്ചാ നടന്നത്, എന്നിട്ട് അവസാനം എന്ത് പറ്റി, അതുകൊണ്ട് ഈ ഏട്ടാ വിളിയൊന്നും വേണ്ട എന്ന്. അത് കേൾക്കെ സുധീഷും സംശയത്തോടെ, അങ്ങനെയാണല്ലേ, ശരി എന്നാ പിന്നെ സുധീഷേ മൈ ബേബി മൈ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ അവളോട് വിളിക്കാൻ പറഞ്ഞോളാം എന്നവൻ സന്തോഷത്തോടെ ചിരിയോടെ ചോദിക്കെ. നികേഷും അത് സമ്മതിക്കും. പിന്നീട് രാവിലെ ആവുമ്പോ സുഭാഷ് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും നികേഷ് അപ്പോഴും എഴുന്നേൽക്കാതെ തളത്തിൽ തന്നെ കിടപ്പാ. നിധി അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുക. സുധീഷും ജോലിക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക.
സുഭാഷ് എന്ന നികേഷിനെ വിളിക്കുമ്പോഴേക്കും അവന് നല്ല കടുത്ത പനിയായിരുന്നു. അപ്പോഴേക്കും സുഭാഷിന് ഒരു കോൾ വരുന്നുണ്ട്. അവൻ അതുമായി പുറത്തോട്ട് പോകുമ്പോഴേക്കും നിധിയും നികേഷിന്റെ അരികിലേക്ക് ചെന്ന്, നികേഷെ എന്തു പറ്റി, നല്ല പനിയുണ്ടോ എന്ന് ചോദിക്കേ. അതൊന്നും കുഴപ്പമില്ല എടത്തി, ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണമാ, ഉറങ്ങി എഴുന്നേറ്റാ റെഡിയാവുമെന്ന് പറയുമ്പോഴേക്കും സുധീഷും ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാ റെഡിയാവുമെന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും അവിടെ തന്നെ കിടക്കുമ്പോഴേക്കും നിധിയുടെ കയ്യിലെ ന്യൂസ് പേപ്പർ കണ്ട് കയ്യിൽ എന്താ പേപ്പറൊക്കെ, ചപ്പാത്തി പരത്താൻ പോവുകയാണെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ചപ്പാത്തിയോ, ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്ന് നിധിയും. ഏത് കമ്പനിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, കമ്പനി തിരുവനന്തപുരത്ത് തന്നെയാണോ എന്ന് സുധീഷ് ചോദിക്കുക. എന്ത് ചോദ്യമേ ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് പിന്നെ എറണാകുളത്തെ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുമോ എന്നവൾ ചോദിക്കേ. ഇല്ല നിധി, വെറുതെ ചോദിച്ചതായെന്ന് സുധീഷും. അപ്പോഴേക്കും കോൾ കഴിഞ്ഞ് സുഭാഷും അങ്ങോട്ടെത്തി. നികേഷെ, ഞാൻ ഇന്ന് ലീവാക്കി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ജോലിക്ക് പോവാൻ നോക്കെന്ന് നികേഷും. നിന്നെ എങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോകുമെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. സുഭാഷേട്ടൻ ജോലിക്ക് പോയിക്കോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാമെന്ന് നിധിയും പറയുന്നുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കട്ടെ, പനി കുറയുമെന്നും നോക്കാം, ഇല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കാമെന്ന് നിധി പറയുമ്പോഴേക്കും അത് വേണ്ട നിധി, ഞാൻ നോക്കിക്കോളാം, നീ എന്തിനു വെറുതെ കഷ്ടപ്പെടുന്നെന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. ഇതിൽ എന്ത് കഷ്ടപ്പാടാ സുഭാഷേട്ടാ, നികേഷ് എന്താ കൈക്കുഞ്ഞാണോ, അവൻ ഉറങ്ങുകയല്ലേ, ഞാൻ എന്റെ ജോലിയും ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം സുഭാഷേട്ടൻ എന്നവൾ പറയാൻ നികേഷും പറയുന്നുണ്ട്. അതെ സുഭാഷേട്ടാ, ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ, സുഭാഷേട്ടൻ ജോലിക്ക് പോവാൻ നോക്കുന്ന. അങ്ങനെയാണോ, എങ്കിൽ ശരിയെന്ന് അവനോടായി പറഞ്ഞ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയത്തിനെടുത്ത് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സുഭാഷ് അവരോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോവുകയാ. അപ്പോഴേക്കും നികേഷും അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ റൂമിൽ പോയി കിടക്കാം, നല്ല വെളിച്ചമുണ്ടായ എനിക്ക് ഉറക്കം വരില്ലെന്ന് പറഞ്ഞ് റൂമിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോഴാണ് സുധീഷിനും ഒരു പ്ലാൻ തോന്നുന്നത്. നിധി തനിച്ചാണല്ലോ, ഇന്ന് ജോലിക്ക് പോവാതെ ലീവ് എടുത്ത് നിധിയോട് സംസാരിച്ചിരുന്നാലോ എന്നൊക്കെ ചിന്തിച്ചവൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലെന്ന് നിധി ചോദിക്കുന്നത്. ഇല്ല നിധി, ഞാൻ ഇന്ന് പോകുന്നില്ല എന്നവൻ പറയുന്നത് കേൾക്കെ എന്തു പറ്റി, ജോലിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെല്ലാം നികേഷിന് സുഖമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ജോലിക്ക് പോകുന്നതെന്ന് സുധീഷും. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇയാൾ ജോലിക്ക് പോവാൻ നോക്കുന്ന നിധി പറയുമ്പോഴേക്കും ഇനി എങ്ങനെ ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ആലോചിച്ച് അവന് മാത്രമല്ല ക്ഷീണം, എന്റെയും ദേഹമാസകലം വേദനയാ, നിങ്ങൾക്കെല്ലാവർക്കും വിഷമമാവുമെന്ന് കരുതിയാ ഞാൻ ഇതെല്ലാം പറയാതിരുന്നു. ചാർട്ട് അഴിച്ചു നോക്കിയാൽ കാണാം, അവിടെവിടെയായി മുറിവിലെല്ലാം രക്തം കെട്ടി നിൽക്കുന്നത്. അത്രമാത്രം അടിവാങ്ങിച്ച് കൂട്ടിയതല്ലേ, വണ്ടിയെല്ലാം ഓടിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്നവൻ വേദന അഭിനയിച്ച് പറയേ. ഡോക്ടറുടെ അടുത്ത് പോകുമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ കേൾക്കാതിരുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ റെഡിയാവുമെന്ന് സുധീഷ്. ഞാനും കുറച്ചു സമയം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞവൻ നികേഷ് എണീറ്റ് പോയ ആ പായിലേക്ക് തളത്തിൽ തന്നെ കിടക്കുകയാ. നിധി വീണ്ടും ന്യൂസ് പേപ്പറുമായി പോയിരുന്ന് തന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷും പ്രണയത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്ന് മനസ്സിൽ പറയുക, എടാ സുധീഷേ, നിന്റെ സിമ്പതി വർക്കൗട്ട് ആവുന്നുണ്ട്, മുറുകെ പിടിച്ചോ എന്ന്. പിന്നീട് തന്റെ വർക്ക്ഷോപ്പിലെത്തുന്ന ഹരീഷും ഓഫായി പോയ തന്റെ മൊബൈൽ ചാർജറിൽ ഇടുമ്പോഴേക്കും ടിറ്റോയും അങ്ങോട്ട് വന്ന്, സുധീഷേട്ടൻ എവിടെയായിരുന്നു, എത്ര തവണ വിളിച്ചു, മൊബൈലും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കേ. ഇവിടെ നിന്നൊരു വണ്ടി ഒരു അത്യാവശ്യത്തിന് ഞാൻ എടുത്തോണ്ട് പോയിരുന്നു, അയാൾ വന്ന് ചോദിച്ചോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അയാളൊന്നും വന്നില്ല, അയാൾ ഇന്നല്ലേ വണ്ടി എടുക്കാൻ വരാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ടിറ്റോ പറയേ, വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ടി വരും, അത് ഓർമ്മിപ്പിക്കണമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിക്കാം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ, എന്താ പറ്റിയത്, നിങ്ങൾ എവിടെ പോയതായി, ഫോൺ വിളിച്ച് എപ്പോ വരുമെന്ന് പറയാമായിരുന്നില്ലേ എന്നവൻ ചോദിക്കേ. അത് ഫോണിലെ ചാർജ് തീർന്നപ്പോ ഞാൻ തന്നെ ഓഫ് ചെയ്ത് വെച്ചത്, വീട്ടിൽ വേറെ ചാർജറും ഇല്ലായിരുന്നു, ഇപ്പൊ കൊണ്ടുവന്ന് ചാർജ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അത് ഓൺ ചെയ്യുമ്പോഴേക്കും അതിലേക്ക് നീതുവിന്റെ തുടരെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കുക. മെസ്സേജോ, ആരുടേതാ ഇത്രയും മെസ്സേജ് എന്ന് പറഞ്ഞ് ടിറ്റോയും നീതുവിന്റെ മെസ്സേജ് നോക്കിക്കൊണ്ട്, എന്താ ഹരീഷേട്ടാ ഇത്, തുടരെ മെസ്സേജുകളാണല്ലോ, കുറെ അധികം മെസ്സേജ് ഉണ്ടല്ലോ, രാത്രി മുഴുവൻ ഉറങ്ങാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവൻ ചോദിക്കുമ്പോഴേക്കും, മെസ്സേജ് കണ്ടല്ലോ, പിന്നെന്താ റിപ്ലൈ ചെയ്യാത്തേന്ന് നീതുവിന്റെ മെസ്സേജ് വരിക. ഇതെന്താ ഹരീഷേട്ടാ, ഇപ്പോഴല്ലേ മെസ്സേജ് വായിച്ചത്, അപ്പോഴേക്കും റിപ്ലൈ കൊടുത്തില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് എന്ന് ചോദിക്കുമ്പോഴേക്കും വീണ്ടും മെസ്സേജ് വന്നോണ്ടിരിക്കുക. റിപ്ലൈ കൊടുക്ക ഹരീഷേട്ടാ, ടെൻഷൻ ആയിട്ടാവും. നേരത്തെ 2 പ്രാവശ്യം ഹരീഷേട്ടിനെ തേടി കടയിലേക്ക് വന്നിരുന്നു, നല്ല ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടിറ്റോ ചോദിക്കാൻ. ഫോൺ ചെയ്ത് വെറുപ്പിക്കുകയായിരുന്നു, ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞതും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൾ എന്നവൻ ദേഷ്യത്തോടെ പറയേ. ഹരീഷേട്ടൻ എവിടെ പോയെന്നറിയാതെ അത്രമാത്രം ടെൻഷൻ ആയിട്ടുണ്ടോ എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. അതിനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്ന എല്ലാം റെഡിയാവും. ഒരു പ്രാവശ്യം അവളുടെ കോളെടുത്ത്, നമുക്ക് രാവിലെ സംസാരിക്കാം, ഇപ്പൊ പോയി ഉറങ്ങുന്ന ഞാൻ പറഞ്ഞു. എന്നിട്ടും അവൾ വീണ്ടും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്, സുധീഷിന് എന്തു പറ്റിയെന്ന് ടിറ്റോ ചോദിക്കേ. ഹരീഷ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നീതുവും ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നു വന്ന് അവനോട് വീണ്ടും വഴക്കിടുന്നുണ്ട്. അവൻ അവളോട് ഇരിക്കാനായി പറയുമ്പോഴേക്കും, ഇരിക്കാനോ, നിങ്ങൾക്ക് ഞാൻ എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനെങ്കിലും റിപ്ലൈ ചെയ്തോ, ഇപ്പൊ ഫോണെടുത്ത് മെസ്സേജ് കണ്ടിട്ടും അതിനും റിപ്ലൈ തന്നെ. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്
പറയുന്നതിനിടയിൽ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു. എന്താ നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചത്? എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ടെൻഷനാ? ഒരാഴ്ച കൊണ്ട് എല്ലാം തീർന്നല്ലോ. ഒരാഴ്ച നല്ലതുപോലെ സംസാരിച്ചിട്ട് ഇപ്പോ മുഖം തിരിച്ചിരിക്കുക എന്നൊക്കെ അവൾ പറയേ. ഹരീഷ് ഏട്ടൻ എന്തോ ജോലിയിലായിരുന്നില്ലേ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. നട്ടപ്പാതിരക്ക് റോഡിൽ എന്ത് ജോലിയാ? വീട്ടിലുമല്ലായിരുന്നു, പുറത്ത് എവിടെയോ ചുറ്റി തിരികെയായിരുന്നു. പുറത്തൊക്കെ ചുറ്റാൻ സമയമുണ്ട്, ഫോണെടുത്ത് എന്നോടൊന്ന് സംസാരിക്കാൻ സമയമില്ല എന്നവൾ പറയേ. എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായതെന്ന് അറിയാമോ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. നട്ടപ്പാതിരക്ക് റോഡിൽ ഇയാൾക്ക് എന്ത് പ്രശ്നമാണ്? ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ആരുടെ കൂടെ ചുറ്റി കറങ്ങുകയായിരുന്നു. ആ സമയത്താണ് എന്റെ കോൾ. അത് ഈ സാറിന് അത്ര പിടിച്ചില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഇത്ര നേരവും ഞാൻ ഇയാളെ മൊബൈലിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. രാവിലെ കടയിൽ വന്ന് മൊബൈൽ ഓൺ ചെയ്തപ്പോ എന്റെ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നില്ലല്ലോ. നിനക്കൊക്കെ എന്ത് ലവാ ഉള്ളത് എന്നവൾ ചോദിക്കുന്നവൾക്ക് ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാതെ വെറുതെ ഓരോന്ന് വിളിച്ചു പറയുന്നു. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ നിനക്ക്? ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ ഞാനൊരു ജോലിയിലാണ്, പോയി ഉറങ്ങുന്ന, രാവിലെ സംസാരിക്കാമെന്നൊക്കെ. എന്നിട്ടും നീ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് നോക്ക്, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഇതെനിക്ക് സെറ്റ് ആവത്തേയില്ല. കടയിലേക്കല്ലേ ഞാൻ വരുന്നത്, അപ്പോ നിന്നെ കാണാമല്ലോ, അപ്പോ സംസാരിച്ച പോരെ. പിന്നെയും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം. മതിയായി എനിക്ക്, ഇതെനിക്ക് സെറ്റ് ആവില്ല. പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോ എന്റെ കൺമുന്നിന്ന് എന്ന് ഹരീഷ് പറയുന്നത് സത്യമാണോ പറയുന്നതെന്ന് നീതുവും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അതെടി, സത്യമായിട്ടും പറയുക, ഒന്ന് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. സങ്കടത്തോടെ നിൽക്കുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.